കേരളത്തിന്റെ സാമൂഹിക അന്തരീക്ഷത്തിൽ മതസൗഹാർദ്ദവും സാമുദായിക ഐക്യവും എന്നും വിലമതിക്കപ്പെടുന്ന ഒന്നാണ്. എന്നാൽ ഈ ഐക്യത്തിന് വിള്ളലേൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രസ്താവനകളുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്തെത്തിയത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് തിരികൊളുത്തിയിരിക്കുകയാണ്. മാധ്യമപ്രവർത്തകനെ തീവ്രവാദി എന്ന് വിളിച്ചത് മലപ്പുറം ജില്ലയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന വർഗീയ പരാമർശങ്ങളും കേരളീയ പൊതുസമൂഹം ഗൗരവത്തോടെയാണ് കാണുന്നത്. ഇതിനെതിരെ മുസ്ലിം സ്റ്റുഡൻസ് ഫെഡറേഷൻ സംസ്ഥാന പ്രസിഡന്റ് PK നവാസ് ഉയർത്തിയ ചോദ്യങ്ങൾ വെള്ളാപ്പള്ളിയെ മാത്രമല്ല ഇടതുപക്ഷ ഭരണകൂടത്തെ മുഖ്യമന്ത്രി പിണറായി വിജയനെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ്. മാധ്യമപ്രവർത്തകൻ റഷീദിനെതിരെ വെള്ളാപ്പള്ളി നടത്തിയ അധിക്ഷേപങ്ങളാണ് PK നവാസ് പ്രധാനമായും ചൂണ്ടിക്കാട്ടിയത്. ഒരാളുടെ പേരും അദ്ദേഹം ജനിച്ചു വളർന്ന ദേശവും നോക്കി തീവ്രവാദിയായി പ്രഖ്യാപിക്കുന്നത് സംഘപരിവാർ രീതിയാണെന്ന് നവാസ് കുറ്റപ്പെടുത്തി. ഈരാറ്റുപേട്ടക്കാരനായതുകൊണ്ടോ മുസ്ലിം പേര് ഉള്ളതുകൊണ്ടോ ഒരാളെ തീവ്രവാദിയായി കാണുന്നത് അങ്ങേയറ്റം അപകടകരമായ പ്രവണതയാണ്. വെള്ളാപ്പള്ളി നടേശൻ സംസാരിക്കുന്നത് സംഘപരിവാറിന്റെ RSSന്റെ ഭാഷയാണെന്നാണ് MSFന്റെ ആക്ഷേപം. പണ്ടുകാലത്ത് ഇത്തരം പ്രയോഗങ്ങൾ കേരളത്തിൽ ചില കോണുകളിൽ മാത്രം ഒതുങ്ങിയിരുന്നെങ്കിൽ ഇന്ന് ഒരു പ്രമുഖ സാമുദായിക സംഘടനയുടെ നേതാവ് തന്നെ ഇത് ആവർത്തിക്കുന്നത് ഗൗരവകരമാണ്. രാജ്യത്തെ ജനങ്ങളെ ഭിന്നിപ്പിക്കാൻ സംഘപരിവാർ ഉപയോഗിക്കുന്ന അതേ ആയുധങ്ങൾ വെള്ളാപ്പള്ളി കേരളത്തിൽ പ്രയോഗിക്കുന്നുവെന്നും നവാസ് തന്റെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ അടിവരയിട്ട് പറഞ്ഞു. വെള്ളാപ്പള്ളിക്കെതിരെ സർക്കാർ കേസെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന നവാസിന്റെ ചോദ്യം രാഷ്ട്രീയമായി വലിയ പ്രസക്തിയുള്ളതാണ്. ശ്രീനാരായണ ഗുരുവിന്റെ ഒരു ജാതി, ഒരു മതം, ഒരു ദൈവം, മനുഷ്യൻ എന്ന മഹത്തായ ആശയത്തിന് വിരുദ്ധമായി സംസാരിക്കുന്ന വെള്ളാപ്പള്ളിയെ ഗുരുവിന്റെ ആശയങ്ങൾ നടപ്പിലാക്കുന്ന വ്യക്തി എന്ന് മുഖ്യമന്ത്രി പുകഴ്ത്തിയത് നവാസ് ഓർമ്മിപ്പിച്ചു. ഓരോ ദിവസവും വെള്ളാപ്പള്ളി വർഗീയ വിഷം തുപ്പുമ്പോൾ സംസ്ഥാനത്തെ ഭരണാധികാരി എന്ന നിലയിൽ മുഖ്യമന്ത്രി അത് തിരുത്താനോ ശാസിക്കാനോ തയ്യാറാകുന്നില്ല. ഈ മൗനം കുറ്റകരമാണെന്നും ഭരണകൂടം വർഗീയതയ്ക്ക് തണലൊരുക്കുകയാണെന്നും MSF ആരോപിക്കുന്നു. ഗുരുദേവന്റെ പേര് പറഞ്ഞ് അധികാരത്തിൽ തുടരുന്നവർ ഗുരുദേവന്റെ ദർശനങ്ങളെ പരസ്യമായി അവഹേളിക്കുന്ന വെള്ളാപ്പള്ളിക്ക് സംരക്ഷണം നൽകുന്നത് വൈരുദ്ധ്യമാണെന്നും നവാസ് ചൂണ്ടിക്കാട്ടി. മലപ്പുറം ജില്ലയിൽ മുസ്ലിം സമുദായത്തിന് വഴിവിട്ട രീതിയിൽ കോളേജുകളും സ്കൂളുകളും ലഭിക്കുന്നുവെന്നും ഈഴവ സമുദായം അവഗണിക്കപ്പെടുന്നുവെന്നുമുള്ള വെള്ളാപ്പള്ളിയുടെ ആരോപണം PK നവാസ് വിമർശിച്ചു. കഴിഞ്ഞ 9.5 വർഷമായി കേരളം ഭരിക്കുന്നത് LDF സർക്കാരാണ്. ഈ കാലയളവിൽ വെള്ളാപ്പള്ളി നടേശൻ ഒരു അപേക്ഷ നൽകിയാൽ മലപ്പുറത്തെന്നല്ല കേരളത്തിൽ എവിടെയും അദ്ദേഹത്തിന് കോളേജ് ലഭിക്കില്ല എന്ന് നവാസ് ചോദിക്കുന്നു. തനിക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ലഭിക്കുന്നില്ലെങ്കിൽ വെള്ളാപ്പള്ളി പരാതിപ്പെടേണ്ടത് മുഖ്യമന്ത്രിക്കെതിരെയാണ്. എന്നാൽ മുഖ്യമന്ത്രിയെ ഭയപ്പെട്ടും സംരക്ഷിച്ചും കൊണ്ട് ഒരു പ്രത്യേക സമുദായത്തെ ലക്ഷ്യം വെക്കുന്നത് ആസൂത്രിതമാണ്. കേരളത്തിലെ ജനങ്ങളെ വർഗീയമായി വിഭജിക്കുക എന്നതാണ് വെള്ളാപ്പള്ളിയുടെ ഇപ്പോഴത്തെ ദൗത്യം. ഇത് ഇടതുപക്ഷത്തിന് രാഷ്ട്രീയമായ മൂന്നാം ഊഴം ഉറപ്പാക്കാനുള്ള വിദ്യയാണെന്ന് നവാസ് പരിഹസിച്ചു. കേരള രാഷ്ട്രീയത്തിൽ സമീപകാലത്ത് ഉയർന്നു കേട്ട പ്രധാന വിവാദമാണ് RSSും CPMും തമ്മിലുള്ള രഹസ്യധാരണ. ഈ ഡീലിന്റെ പ്രധാന കണ്ണിയാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് PK നവാസ് ആരോപിക്കുന്നു. കേരളത്തിൽ BJPക്ക് വളരാനുള്ള മണ്ണൊരുക്കുന്നതിലൂടെ ഇടതുപക്ഷത്തിന് ഹിന്ദു വോട്ടുകൾ ഉറപ്പിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് ഈ സഖ്യം പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. സർക്കാരിന്റെ വെള്ളാപ്പള്ളിയുടെ മുഖമൂടികൾ ഇപ്പോൾ അഴിഞ്ഞു വീണിരിക്കുകയാണ്. രാജ്യദ്രോഹപരമായ വർഗീയ വിദ്വേഷം പരത്തിയിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ ഒരു കേസെടുക്കാൻ പോലും സർക്കാർ മടിക്കുന്നത് ഈ അന്തർധാര മൂലമാണെന്നാണ് നവാസ് കുറ്റപ്പെടുത്തുന്നത്. മാധ്യമപ്രവർത്തകരെ അവരുടെ ജോലി ചെയ്യാൻ അനുവദിക്കാത്തതും അവരെ പേര് പറഞ്ഞ് അധിക്ഷേപിക്കുന്നതും ജനാധിപത്യത്തിന് നേരെയുള്ള കടന്നുകയറ്റമാണ്. റഷീദ് എന്ന മാധ്യമപ്രവർത്തകന്റെ രാഷ്ട്രീയം നോക്കി തീവ്രവാദിയാക്കുന്നതിലൂടെ വിയോജിക്കുന്നവരുടെ എല്ലാം നിശബ്ദനാക്കാനാണ് വെള്ളാപ്പള്ളി ശ്രമിക്കുന്നത്. ഇതിനെതിരെ മാധ്യമ സംഘടനകളും പൊതുസമൂഹവും രംഗത്ത് വരണമെന്നും PK നവാസ് ആവശ്യപ്പെട്ടു. വെള്ളാപ്പള്ളി നടേശൻ നടത്തുന്ന പ്രസ്താവനകൾ കേരളത്തിലെ സമാധാനപരമായ അന്തരീക്ഷത്തിന് ഭീഷണിയാണെന്ന് MSFന്റെ നിലപാട് വലിയ രാഷ്ട്രീയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തുന്നവർക്കെതിരെ കർശനമായ നിയമ നടപടി സ്വീകരിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടിട്ടുള്ള സാഹചര്യത്തിൽ വെള്ളാപ്പള്ളിയുടെ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന ഇരട്ടത്താപ്പ് ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. സംഘപരിവാർ അജണ്ടകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ വെള്ളാപ്പള്ളി ശ്രമിക്കുമ്പോൾ അതിന് തടയിടേണ്ട ഭരണകൂടം മൗനം പാലിക്കുന്നത് വലിയ അപകടത്തിന് കാരണമാകുമെന്നും PK നവാസ് മുന്നറിയിപ്പ് നൽകുന്നു. ഇനിയെങ്കിലും വെള്ളാപ്പള്ളിക്കെതിരെ കേസെടുക്കാനും വർഗീയതയെ തടയാനും സർക്കാർ തയ്യാറാകുമോ എന്നതാണ് വരും ദിവസങ്ങളിൽ കേരളം ഉറ്റുനോക്കുന്നത്.